എടുത്തു വെച്ച കുറേ വീഡിയോസ് ഗാലറി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇത് അത്ര പഴയ വീഡിയോ അല്ല, എന്നാലും ഒരു 2-3 ദിവസം മുമ്പത്തെയാണ്. സ്കൂൾ റീഓപ്പണിങ് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ്. ഞാൻ റീഓപ്പണിങ് ഡേയുടെ വീഡിയോ ഇട്ടായിരുന്നു. ഇത് അന്ന് ഞാൻ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. സംഗതി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ പുതിയ ലഞ്ച് ബോക്സ് മേടിച്ചു ഗൈസ്. അതായിരുന്നെങ്കിൽ ഒരു കൊറിയൻ കൈൻഡ് ഓഫ് ലഞ്ച് ബോക്സ് ആണ്. ഈ കെ ഡ്രാമ, സി ഡ്രാമ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നവർക്ക് എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും ഈ ഒരു വീഡിയോയും റിലേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്, സത്യമായിട്ടും പറ്റും. എൻ്റെ തല എന്താ ഇങ്ങനെ ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹെയർ പാക്ക് ഇട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഓർഡർ വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ ചപ്പിയ തല പോലെ ഇരിക്കുന്നത്. ഇതൊരു ബേബി പിങ്ക് കളറിലാണ് വന്നത്. ഉള്ളിൽ 3 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. ചോറൊക്കെ ഇടുന്ന ക്വാണ്ടിറ്റി ഇത്തിരി കുറവാണ്, എന്നാലും നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ചോറ് അധികം കഴിക്കാത്ത ഒരാളാണ് ഗൈസ്. അതും കൂടി നോക്കിയിട്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ലിഡ് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് പൊക്കാൻ പറ്റും. അത് പൊക്കി കഴിഞ്ഞാൽ അടിയിൽ 3 പാർട്ടീഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് സ്പൂണ്, ഫോർക്ക്, ചോപ്സ്റ്റിക്ക്, ഈ വക സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് വെക്കാം. അത് എന്നെ സംബന്ധിച്ച് എനിക്കത് അങ്ങനെ വെക്കണ ഇഷ്ടമല്ല ഗൈസ്. കാരണം വെച്ചാൽ നമ്മൾ ലഞ്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അത് പൊക്കി അത് വെച്ച് അയ്യോ അത് മൊത്തത്തിൽ പണിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്താണ് കേട്ടോ സ്പൂണൊക്കെ വെക്കണത്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഈ ചോപ്സ്റ്റിക്കും ഈ ലഞ്ച് ബോക്സിൻ്റെ കളറും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 617 രൂപയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഗൈസ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.